നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ടെനറ്റ് എന്ന സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ എങ്ങനെ കാണണം, സിനിമയുടെ ചെറിയൊരു കഥാരൂപമൊക്കെ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആക്കി വയ്ക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിത്ത് സ്പോയിലറായിട്ട് ഫുൾ എക്സ്പ്ലനേഷൻ, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷനാണ് ടെനറ്റ് എന്ന സിനിമയെക്കുറിച്ചിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വിത്ത് സ്പോയിലർ ആയതുകൊണ്ട് തന്നെ പലരും നെറ്റി ചുളിക്കുന്നുണ്ടാവും, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സ്പോയിലർ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇന്നലത്തെ വീഡിയോ കാണാം. അതിൽ സിനിമ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ വിത്ത് സ്പോയിലർ, വിത്ത് സ്റ്റോറി ലൈനായിട്ട് പറയാം. ആദ്യം തന്നെ ഒരു ഒപ്പേര ഹൗസിൽ ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധരംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ ഒരു കാറിൽ നിന്ന് ഉറക്കെഴുന്നേറ്റിട്ട്, അതായത് നമ്മുടെ ആർമി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും, പിന്നെ അവിടുത്തെ ഒരു പോലീസും ഒക്കെ ഉണ്ടാവും, ഒരു സ്ക്വാഡ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ഒപ്പേര ഹൗസിൽ കുറേ തീവ്രവാദികൾ കയറിയതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നായകൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ പേര് പ്രൊട്ടഗോണിസ്റ്റ് എന്നാണ് സിനിമയിൽ പറയുന്നത്. അദ്ദേഹം എന്താ പറയുക, ഒരു രക്ഷകനാണ്. അദ്ദേഹത്തിന് പേരൊന്നായിട്ട് പറയുന്നില്ല. ജോൺ വാഷിങ്ടൺ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ ഹീറോ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ അതിലെ ഒരു VIP, ആ ഒപ്പേര ഹൗസിലുള്ള ഒരു VIP സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് സാധനം എവിടെയാണ് വെച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും അത് അവിടുത്തെ ഒരു കോട്ടിൻ്റെ കീശയിലുണ്ട് എന്ന് പറയും. അങ്ങനെ അവിടെ താഴെയുള്ളൊരു ലോക്കറിൽ പോയിട്ട് ആ കോട്ടിൻ്റെ കീശയിൽ നമ്മളൊരു ചെറിയൊരു ഇഷ്ടിക കഷ്ണം പോലെയുള്ള ഒരു സാധനം എടുത്തിട്ട് വരും. അപ്പോൾ ഇതെന്താ കാര്യമെന്നൊന്നും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവില്ല. പക്ഷേ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് നമ്മുടെ നായകൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു സംഘടനയൊക്കെ ഉണ്ടാവും, പോലീസുകാരൊക്കെ ഈ സംഘടന ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബാഗിൻ്റെ മേലെ ചെറിയൊരു ടാഗുള്ളൊരു റെഡ് ടാഗുള്ള ഒരാൾ വന്നിട്ട് ഒരു ഹീറോ വന്നിട്ട് അദ്ദേഹത്തിനെ, നമ്മുടെ നായകനെ രക്ഷിക്കുകയാണ്. അതായത് ഒരു തറച്ചിരിക്കുന്ന ഒരു ബുള്ളറ്റ് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നായകനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് ഹെലികോപ്റ്ററിലേക്കൊക്കെ പോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ നായകനെ അവിടുത്തെ പോലീസുകാർ പിടിക്കും. നിങ്ങൾ എന്താണ്, ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിനെ രണ്ടുപേരെയും പിടിക്കും, നമ്മുടെ രണ്ട് ഹീറോസിനെയും പിടിക്കുന്നു. എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഉക്രൈൻ പോലീസാണോ റഷ്യൻ പോലീസാണോ എന്നറിയില്ല, അവർ പിടിച്ചിട്ട് ഒരു ട്രെയിനൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് നമ്മുടെ നായകനെ ചോദ്യം ചെയ്യും. പക്ഷേ ആ നായകൻ പുറത്ത് പറയാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സയനൈഡ് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുമ്പോഴാണ് ഒരു ഓഫീസർ വന്നിട്ട് പറയുന്നത്, ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു, ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റാണ്. നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ നമ്മുടെ കമ്പനിയോടുള്ള ഒരു ഓർഗനൈസേഷനോടുള്ള ആത്മാർത്ഥത, സത്യസന്ധതയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമായിരുന്നു, ഏതാണ്ട് ഒരു ഗെയിം പോലെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ടെനറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ അതൊരു ചെറിയൊരു നമ്മുടെ എന്തൊരു FBI ഒക്കെ പോലത്തെ ഭയങ്കര ഒരു സ്ക്വാഡാണ്. ഒരു വലിയൊരു 3ാം ലോക മഹായുദ്ധം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്വാഡിലേക്ക് സെലക്ട് ആയിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ നായകൻ ഹാപ്പി ആവും. അങ്ങനെ നമ്മുടെ നായകൻ ഒരു ലബോറട്ടറിയിൽ ലോറ എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്തെത്തും. അപ്പോൾ അവിടെ ഒരുപാട് തോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ തോക്കുകളിലൊക്കെ വെടിവെക്കുന്ന സമയത്ത് വെടി അങ്ങോട്ട് വയ്ക്കുകയല്ല, അതായത് വെച്ച ബുള്ളറ്റ് തോക്കിലേക്ക് കയറി വരികയാണ്. ജസ്റ്റ് ആക്ഷൻ മാത്രം ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഇൻവേർഷൻ, ഒരു ടൈം ഇൻവേർഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ചെയ്ത കാര്യങ്ങൾ റിവേഴ്സ് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ നായകൻ പരീക്ഷിക്കുകയും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ ഒരു ടൈം ഇൻവേർഷൻ മെഷീൻ ഉണ്ടാവും. ആ മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഒബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ എവിടുന്നാണ് വരുന്നത്, എന്താണ് വരുന്നത്, എങ്ങനെയാണെന്നൊക്കെ താങ്കൾ കണ്ടുപിടിക്കണം എന്ന് പറയും. അങ്ങനെ നമ്മുടെ നായകൻ മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സഞ്ജയ് എന്ന് പറഞ്ഞിട്ടും ഒരു പ്രിയ എന്ന് പറഞ്ഞിട്ട് 2 ദമ്പതിമാരുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് തനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, തനിക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വേണമെന്ന് നമ്മുടെ നായകൻ വിളിച്ചു പറയും. അങ്ങനെ നീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ നായകനെ സഹായിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ സഞ്ജയ് എന്ന ആ ഒരു വ്യക്തിയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യാൻ വന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് സഞ്ജയിനല്ല നമ്മൾ പിടിക്കേണ്ടത്, പ്രിയ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വൈഫിനാണ് കൂടുതൽ അധോലോകവുമായിട്ട് ബന്ധമുള്ളത്, ഇങ്ങനെ ആയുധ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധമുള്ളതെന്ന് പറയും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, ഈ തോക്കിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ സത്യം പറയണം, ഇതെന്താണ് സംഭവം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ പ്രിയ പറയും, സെയ്റ്റർ എന്നൊരാളുണ്ട്, അപ്പോൾ അയാളുടെ കീഴിൽ നിന്നാണ് ഈ ഇടപാടുകളൊക്കെ നടത്തുന്നത്, നിങ്ങൾ നേരെ അയാളുടെ അടുത്ത് പോവുക. അപ്പോൾ അയാളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്ക് എന്നൊരാളുമായിട്ട് നമ്മുടെ ഹീറോ ചർച്ചയിലാവും. ലണ്ടനിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ പറയും,
ഈ നമ്മുടെ സെയ്റ്ററുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുണ്ട്. അപ്പോൾ ആ ഭാര്യയുമായിട്ട് കേറ്റ് എന്നാണ് അവളുടെ പേര്. അവളുമായിട്ട് സൗഹൃദത്തിലായിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾ സെയ്റ്ററുമായിട്ടൊന്ന് കണക്റ്റ് ആവുക, എങ്കിൽ മാത്രമേ അയാളുമായിട്ടൊന്ന് അടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രോയിങ്ങിൻ്റെ, വില കൂടിയ ഒരു ഡ്രോയിങ്ങിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് നമ്മുടെ നായകൻ നമ്മുടെ കേറ്റിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേറ്റ് പറയും, ഈ നമ്മുടെ സെയ്റ്റർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ ഭർത്താവാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ എന്നെ വെച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇദ്ദേഹം ഒരുപാട് ഫേക്ക് ഡ്രോയിങ്സുകളൊക്കെ ഉണ്ടാക്കി വിറ്റു എന്ന് പറഞ്ഞിട്ട് ഇത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ്, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ മകനെ പോലും കാണാൻ സമ്മതിക്കുന്നില്ല, മകനോട് സംസാരിക്കാൻ ഈ ഭർത്താവ് കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, എന്നാൽ പിന്നെ ഞാൻ ആ ഡ്രോയിങ് ഞാൻ അടിച്ചു മാറ്റി തരാം, ഒറിജിനൽ ഡ്രോയിങ് ഞാൻ അടിച്ചു മാറ്റി തരാം, അദ്ദേഹം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ മതി, ഞാനത് അടിച്ചു മാറ്റി തരാമെന്ന് പറയും. അപ്പോൾ ഒരു എയർപോർട്ട് ഉണ്ട്, ആ എയർപോർട്ടിലൊരു ബിൽഡിംഗ് ആണ് ഫ്രീ പോർട്ട് എന്നാണ് സിനിമയിൽ പറയുന്നത്. ആ ഫ്രീ പോർട്ടിൽ ആണ് ഈ ഡ്രോയിങ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്രീ പോർട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഈ ഒരു ഡ്രോയിങ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നീലിനെ അങ്ങോട്ട് വിട്ടിട്ട് പറയും, ഇവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ ഒരു സ്ഥലങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നീലിനെ അങ്ങോട്ട് വിടും. അങ്ങനെ നീൽ അവിടേക്ക് പോയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇവിടെ തീ പിടിച്ചാൽ ഇങ്ങനെ സൈറനടിക്കും, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇവിടുന്ന് പുറത്തിറങ്ങണമെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവരൊരു എയറോപ്ലെയിന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ക്രാഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴൊന്നും കഥയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, കഥയുടെ ഒരു പകുതി ഭാഗം പോലും ആയിട്ടില്ല, സിനിമയുടെ സ്റ്റോറീൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഇത് നോർമൽ കഥയിലേക്ക് സിനിമ എത്തിയിട്ട് പോലുമില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയിൻ ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് ബുള്ളറ്റ് പാടുകളൊക്കെ കാണും, ഗ്ലാസിൻ്റെ മേലെ ഒരുപാട് ബുള്ളറ്റ് പാടുകളൊക്കെ കാണും. അപ്പോൾ വെച്ചിട്ട് അവിടെ നിന്നാണ് കുറച്ചൊരു കറുത്ത ഒരു മുഖംമൂടി ഒക്കെ ഇട്ട് വന്നിട്ടുള്ള ഒരു ആളുകൾ ഇൻവേർട്ടഡ് ആയിട്ട്, അവർ റിവേഴ്സ് ആയിട്ടാണ് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ നായകനുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യും. അവർ എവിടുന്ന് വന്ന് ഞങ്ങളോട് എന്തിനാ ഫൈറ്റ് ചെയ്യുന്നു എന്നൊന്നും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല, നീലിനും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും, നമ്മുടെ നീലും നമ്മുടെ നായകനും ഹീറോയും നോർമലി ആയിട്ടാണ് ഇടിക്കുന്നതൊക്കെ. പക്ഷേ മറ്റേ ആളുകൾ, ഈ എവിടുന്നോ വന്നിട്ടുള്ള രണ്ട് പേര് ഈ ഭയങ്കര റിവേഴ്സ് ഓർഡറിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര സീനാണ്. അത് എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സീനാണ്. മറ്റുള്ള ഒരാൾ റിവേഴ്സ് ഓർഡറിൽ ഫൈറ്റ് ചെയ്യുന്നു, മറ്റേ ആൾ നോർമൽ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു സീനാണ്. അപ്പോൾ നമ്മുടെ നീല് ചെറുതായിട്ട് അവരുടെ മുഖം കാണുന്ന ഒരു സീനുണ്ട്, പക്ഷെ അത് ആരാണെന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നോർമലി അവിടെ ഇരിക്കുന്ന സമയത്ത് നീൽ ഇതിൻ്റെ ഫിസിക്സും കാര്യങ്ങളൊക്കെ പറയും. ഇത് ഇങ്ങനെയാണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്, ഇത് ഭയങ്കര റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്, ടൈം അങ്ങനെ പോകുന്നത് കൊണ്ടാണ്, ഇങ്ങനെ പോകുന്നത് കൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മളെ ഹീറോ തിരിച്ച് മുംബൈയിലേക്ക് പോകും, മുംബൈയിൽ പ്രിയനെ കാണാൻ പോകും. അപ്പോൾ പ്രിയനോട് പറഞ്ഞപ്പോൾ പ്രിയ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയും. അവർ വന്നത് ഫ്യൂച്ചറിൽ നിന്നാണ്, അതുകൊണ്ടാണ് അവർ ഇൻവേർട്ടഡ് ആയിട്ട് റിവേഴ്സ് ഓർഡറിൽ വന്ന് നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അവിടെ ഒരു ഇൻവേർഷൻ മെഷീൻ അവിടെ ആ ഒരു ഫ്രീ പോർട്ടലുണ്ട്, അതുകൊണ്ടാണ് അവർ അതൊരു തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. അവിടെ നമ്മുടെ ഹീറോ നേരെ ഇറ്റലിയിലേക്ക് പോയിട്ട് അവിടുന്ന് കേറ്റിനെ കാണുന്നു. കേറ്റിനെ കണ്ടിട്ട് പറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, സെയ്റ്ററുമായിട്ട് നമുക്ക് പെട്ടെന്ന് കൂടിക്കാഴ്ച നടത്തണം എന്നൊക്കെ പറയും. അപ്പോൾ കേറ്റ് പറയും, നിങ്ങളുമായിട്ടൊരു അഫെയർ ഉണ്ടെന്നൊക്കെ എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് വളരെ രഹസ്യമായിരിക്കണം, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നൊന്നും പറയരുത് എന്നൊക്കെ പറയും. പക്ഷേ അതിന് മുമ്പേ വിയറ്റ്നാമിൽ വെച്ചിട്ട് ഇവരൊരു അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു ചേർച്ചയിലില്ല. കേറ്റും സെയ്റ്ററും തമ്മിൽ ഭയങ്കര ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം അവർ വിയറ്റ്നാമിൽ ഒരു ദിവസം അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ സെയ്റ്ററിൻ്റെ ബോട്ടിൽ നിന്ന്, ഒരു കപ്പലിൽ നിന്നിട്ട് ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നത് കാണുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്നിട്ടുള്ള കേറ്റ് വിചാരിക്കുന്നത് അവളുടെ രഹസ്യ കാമുകി ആയതുകൊണ്ടാണ്. എന്നിട്ട് അവർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഡിന്നർ ടൈമിൽ നമ്മുടെ സെയ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ സെയ്റ്റർ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയാണ്, ഭീഷണിപ്പെടുത്തണം, എൻ്റെ ഭാര്യയെ കാണരുത്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക. നമ്മുടെ ഹീറോ പറയും, പ്ലൂട്ടോണിയത്തിൻ്റെ കാര്യമൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലൂട്ടോണിയം ഞാൻ എടുത്തു തരാം, ഞാൻ മോഷ്ടിച്ച് കൊണ്ടുതരാം എന്നൊക്കെ പറയും. അപ്പോൾ ഇവനെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അവൻ മനസ്സിലാക്കിയിട്ടാണ് വന്നത് എന്നൊക്കെ സെയ്റ്ററിനൊരു ഐഡിയ വരും. അതിൻ്റെ പിറ്റേന്ന് ഇവർ 3 പേരും, കേറ്റും നമ്മുടെ സെയ്റ്ററും പിന്നെ നമ്മുടെ ഹീറോയും കൂടെ ഒരു ബോട്ടിൽ പോകുന്ന സമയത്ത് സെയ്റ്ററിനെ ഈ കേറ്റ് കൊന്നു കളയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവിടുന്ന് ഹീറോ രക്ഷിക്കും. ഹീറോ പറയും, ഇയാൾ മരിക്കേണ്ടവനല്ല, ഇയാൾ നമുക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോനെ രക്ഷിക്കും. അപ്പോൾ ആ ഒരു
ഹീറോനോട് സേറ്ററിന് ചെറിയൊരു ഇൻറ്റിമസി തോന്നുകയും ചെയ്യും. ഇവൻ ആൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അന്ന് അവരുടെ ഒരു അവിടുത്തെ ഫ്രീ പോർട്ടിലേക്ക് കുറേ ഗോൾഡുകളൊക്കെ, ഭയങ്കര പാക്കറ്റ് കണക്കിന് ഗോൾഡുകളൊക്കെ വരുന്നത് കാണുമ്പോൾ അത് നമ്മുടെ ഹീറോ ഒളിഞ്ഞു നിന്ന് കാണും. അപ്പോൾ മനസ്സിലാവും അവിടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ അത് നമ്മുടെ രഹസ്യ ഉദ്യോഗസ്ഥർ, സേറ്ററിൻ്റെ തന്നെ രഹസ്യ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുകയും എന്തിനാണ് ഇവിടെ നിന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവർ തമ്മിൽ അടിയാവും. സേറ്ററിന് നമ്മുടെ ഹീറോനോടുള്ള എല്ലാ വിശ്വാസവും പോവും. അപ്പോൾ പിറ്റേന്ന് ഈ ഒരു പ്ലൂട്ടോണിയത്തിൻ്റെ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഹൈവേ കൂടെ, ഭയങ്കര സുരക്ഷ ആയിട്ടുള്ളൊരു വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്ലൂട്ടോണിയം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നീലും നമ്മുടെ ഹീറോയും കൂടെ നടത്തുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു സീനുണ്ട്. ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു സീനാണ്. അതൊരു ഭയങ്കര ചേസിങ് ആണ്. ആ ചേസിങ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നൊക്കെ രണ്ട് ട്രക്കുകളൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഹീറോ കയറിയിട്ട് അതിൻ്റെ താഴെയുള്ളൊരു രഹസ്യ അറയിലേക്ക്, ഒരു കണ്ടെയ്നർ പോലുള്ളൊരു രഹസ്യ അറയിലേക്ക് കയറിയിട്ട് ഒരു ബാഗ്, ഒരു ബോക്സ് എടുത്തിട്ടാണ് തിരിച്ച് കാറിലേക്ക് രക്ഷപ്പെടുന്നത്. പക്ഷേ ആ ബോക്സ് നോക്കുന്ന സമയത്ത് അതിൽ പ്ലൂട്ടോണിയം ആയിരിക്കില്ല. അതിലൊരു ചെറിയൊരു നമ്മളെ നേരത്തെ കണ്ടതുപോലൊരു ചതുരക്കട്ടി പോലുള്ളൊരു സാധനമാണ്, ഒരു ഇഷ്ടിക പോലുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കുന്നു ഇത് ഒപ്പേറ ഹൗസിൽ ഒരു സംഘടനത്തിനിടെ ഒരു കോർട്ടിൽ ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിലെന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതെന്തോ ഒരു കാര്യമാണ് എന്നത് നമ്മുടെ നായകന് മനസ്സിലാവും. ഈ ഒരു സമയത്ത് തന്നെ റിവേഴ്സ് മോഡിൽ നമ്മുടെ സേറ്ററും കുറച്ച് കൂട്ടാളികളും വന്നിട്ട് ഒരു കാറ് നേരെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ ഹീറോൻ്റെയും നീലിൻ്റെയും കാറ് നേരെയാണ് പോകുന്നത്. നോർമലി ഉള്ളൊരു ടൈം ലൈനിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെല്ലാം റിവേഴ്സ് മോഡിലാണ് വരുന്നത്. അവരുടെ കാറിൽ നമ്മുടെ സേറ്ററിൻ്റെ വൈഫ് കേറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇവളെ കൊന്നു കളയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ബാഗിലുള്ള സാധനങ്ങൾ വേഗം തന്നെ തിരിച്ചു തരണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നായകൻ ആ ഒരു ബാഗ് നമ്മുടെ സേറ്ററിന് തന്നെ കൊടുക്കും. സേറ്റർ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കാറിൽ, ഓടിക്കൊണ്ടിരിക്കുന്ന കാറാണ്, ആ ഒരു കാറിൽ നിന്നിട്ട് മറ്റൊരു കാറിലേക്ക് രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ഈ കേറ്റ്, ആ ഒരു ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ ഒരു ഡ്രൈവർ ഇല്ലാത്തൊരു വാഹനത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നായകൻ അതിസാഹസികമായിട്ട് ആ വണ്ടിയിലേക്കൊക്കെ കയറി നമ്മുടെ നായികയെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിൽവർ കളർ കാറ് അവിടെ മറിഞ്ഞ് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് അവർ. അപ്പോൾ ആ ഒരു കാറിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി നോക്കുന്ന സമയത്താണ് മറ്റൊരു സേറ്ററും കൂട്ടാളികളും കൂടെ ഇവരെ ചേസ് ചെയ്ത് വന്നിട്ട് ഈ ബോക്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ബോക്സ് നോക്കുന്ന സമയത്ത് യൂഷ്വലി അതിൻ്റെ ആ ബോക്സിൽ ആ സാധനം ഇല്ല. സേറ്ററും വരുന്നത് റിവേഴ്സ് മോഡലാണ്. അപ്പോൾ റിവേഴ്സ് മോഡൽ അവിടെയുള്ള ഫൈറ്റ് മുഴുവൻ റിവേഴ്സ് മോഡലാണ്. അവർ ഫൈറ്റ് ചെയ്യുന്ന റിവേഴ്സിലാണ്. നമ്മുടെ നീലും നമ്മുടെ ഹീറോയും ഫൈറ്റ് ചെയ്യുന്നത് നോർമൽ സ്റ്റൈലുമാണ്. പക്ഷേ അവർ തമ്മിൽ കീഴ്പ്പെടുത്തി നമ്മുടെ സേറ്റർ മറ്റൊരു രഹസ്യ അറയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ രഹസ്യ അറ എന്ന് പറയുന്നത് ഒരു ബ്ലൂ സൈഡുള്ളതും ഒരു റെഡ് സൈഡിലുള്ളതുമാണ്. അതിൻ്റെ നടുവിലൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് സൈഡിൽ നടക്കുന്നത് മുഴുവൻ നോർമൽ ടൈമാണ്, അത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ബ്ലൂ സൈഡിൽ മുഴുവൻ നടക്കുന്നത് റിവേഴ്സുമാണ്. ഇതാണ് ഈ രണ്ട് സൈഡും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ നായകൻ നിൽക്കുന്നത് റെഡ് സൈഡിലാണ്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ടാണ് സേറ്റർ ഈ കാര്യങ്ങളൊക്കെ റിവേഴ്സ് മോഡലാണ് ഇവനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേൾക്കുന്നത് മുഴുവൻ നോർമൽ ടൈമിൽ ഉള്ള ഒരു നോർമൽ സംസാരമായിട്ടാണ് നമ്മുടെ നായകൻ കേൾക്കുന്നത്. അതിന് ഉത്തരങ്ങളൊക്കെ നമ്മുടെ നായകൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ സേറ്ററിൻ്റെ വൈഫും ബ്ലൂ സൈഡിലാണുള്ളത്. അപ്പോൾ അവർ തമ്മിൽ എന്താ പറയുക, ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ നായകനോട്, അല്ലെങ്കിൽ ഇവളെ കൊന്നു കളയുന്നൊക്കെ സേറ്റർ പറയുകയാണ്. അപ്പോൾ റിവേഴ്സ് മോഡൽ, ഒരു റിവേഴ്സ് ആക്ഷനിൽ സേറ്ററിൻ്റെ വൈഫിൻ്റെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഗൺ ഷോട്ടും ഈ സമയത്ത് സേറ്റർ ചെയ്യും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തന്നെ ഈ സൈഡിലായിട്ട് ഒരു ടൈം മെഷീൻ ഉണ്ട്. ഒരു ചെറിയൊരു ടൈം മെഷീനാണ്, രണ്ട് സൈഡിലൊരു ടൈം മെഷീൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറിയിട്ട് ബ്ലൂ സൈഡിലുള്ള ടൈം മെഷീനിലേക്ക് കയറിയിട്ട് ഇയാൾ റെഡ് സൈഡിലൂടെ ഇറങ്ങി വരികയാണ്. അതായത് റിവേഴ്സ് മോഡലാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയാം. കയറി പോകുന്നതല്ല, ഉള്ളിലേക്ക് കയറി പോകുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ നായകനോട് സംസാരിക്കും. എവിടെയാണ് വെച്ചത്, ആ സാധനം എവിടെയാണ്, അത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. ആ ബോക്സിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ നായകൻ പറയും അതവിടെ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പും. എന്നിട്ട് ഇതേ റെഡ് സോണിൽ നിന്നിട്ട് നമ്മുടെ സേറ്റർ ഈ ടൈം മെഷീൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ ആദ്യം എന്താണോ കണ്ടത്, ഇവിടെ മുതലാണ് സിനിമയുടെ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. നമ്മൾ എന്താണോ തൊട്ട് മുമ്പേ കണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ റിവേഴ്സ്ലി റിപ്പീറ്റ് ചെയ്യുന്നു. ആ സേറ്റർ ചെയ്യുന്നത് ഈ ബ്ലൂ സോണിലേക്ക് പോയിട്ട് നോർമലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ടൈം കട്ടാവുകയാണ്. അതായത് ഒരു വഴി കൂടെ നമ്മൾ ഇങ്ങനെ പോയിട്ട് തിരിച്ച് ബാക്കിൽ കൂടെ വന്നിട്ട് ഇപ്പുറത്തൂടെ ഇങ്ങനെ തിരിഞ്ഞു പോകുമല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് സിനിമ മാറി മറിയുകയാണ്. ഒരു ഇൻ്റർവൽ സീനിൽ സിനിമ മാറി മറിയുകയാണ്. ഈ സമയത്ത് അവിടേക്ക് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെടുത്തും ഒരു സ്ക്വാഡ് ടീമാണ്. അപ്പോൾ അവരുടെ ടീമിൻ്റെ ഒരു തലവനാണ് ഐറിസ് എന്നൊരു വ്യക്തി. അപ്പോൾ ഈ ഐറിസിന് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഈ ടൈം
റിവേഴ്സിങ് കാര്യങ്ങൾ മുഴുവൻ അറിയാം. അപ്പോൾ ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോനോട് പറഞ്ഞു കൊടുക്കും. ഈ ഹീറോ എന്ന് പറയുന്നത്, ഈ ഹീറോ ആയിട്ട് ഇദ്ദേഹത്തിന് പേരൊന്നും കൊടുക്കാത്തതെന്ന് പറയുന്നത്, നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് ഈ ഹീറോ. നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഹീറോയുടെ കണ്ണിലൂടെ നമ്മൾ സിനിമയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഹീറോയ്ക്ക് ഒരു പേര് വെക്കാനത് എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഹീറോ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്, നമ്മൾ പഠിച്ചു വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഹീറോയും സിനിമയിൽ ഓരോ സന്ദർഭങ്ങളിലൂടെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഈ ഐറിസ് ഈ കാര്യങ്ങൾ മുഴുവൻ പറയും. ഈ റെഡ് സോണിൽ നടക്കുന്നത് ഇങ്ങനെയാണ്, ബ്ലൂ സോണിൽ നടക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കേറ്റിന് ഭയങ്കര മുറിവൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ആയതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ സോണിലേക്ക് പോകാം. അപ്പോൾ അവിടെ നടക്കുന്നത് മുഴുവൻ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഈ റേഡിയേഷനൊക്കെ അല്ലെങ്കിൽ ഈ ബുള്ളറ്റിൻ്റെ ഈ പാടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, അവിടെ നടക്കുന്നത് മുഴുവൻ ഇൻവേർഷൻ ആണല്ലോ. ഇത് ഉള്ളിലേക്ക് പോയ സാധനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്ന ഹീൽ ചെയ്യാനൊക്കെ, അതായത് മാറാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഇവൾക്ക് മാറി വരും എന്നൊക്കെ നീല് നമ്മുടെ ഹീറോനോട് പറയും. അങ്ങനെ നീലിൻ്റെ നിർദ്ദേശപ്രകാരം ഈ നമ്മുടെ കേറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ റെഡ് സോണിൽ നിന്ന് ബ്ലൂ സോണിലേക്ക് പോകും. അപ്പോൾ ഈ ബ്ലൂ സോണിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, ബ്ലൂ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിവേഴ്സാണ്. കാറ്റടിക്കുന്നതൊക്കെ ഓപ്പോസിറ്റാണ്. നമ്മൾ ശ്വസിക്കുന്നത് വരെ, കാരണം നമ്മുടെ ലങ്സ് ഈ ഒരു ലോകത്ത് റിവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആയിരിക്കില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു സെപ്പറേറ്റ് ഒരു മാസ്ക് വെച്ചുകൊണ്ടാണ് ഈ ഒരു നഗരത്തിൽ ഈ ഒരു സ്ഥലത്ത് മൊത്തമായിട്ടും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെയുള്ളൊരു സിൽവർ കാർ എടുത്തിട്ട് ഈ ഒരു ചേസിങ് സീനിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലിപ്പായിട്ടുള്ള മറിഞ്ഞു കിടക്കുന്ന ഒരു കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന്. അത് നമ്മുടെ ഹീറോൻ്റെ തന്നെയാണ്. കാരണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഈ സമയം നമ്മൾ കാണുന്നത് നേരത്തെ കണ്ട് റിവേഴ്സിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമലി നടന്ന എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ആയിട്ടുമാണ് നടക്കുന്നത്. അതാണ് സിനിമയിലെ ഒരു വിസ്മയകരമായിട്ടുള്ളൊരു സീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോൻ്റെ കാർ ഫ്ലിപ്പായിട്ട് മറിഞ്ഞു വീഴുകയാണ്. അപ്പോൾ അവിടുന്ന് നീല് ആ കാറിൻ്റെ അകത്തായി പോകും. അപ്പോൾ കാറിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീല് അവിടെ എത്തുകയാണ്. ഹീറോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീല് അവിടെ എത്തും. അപ്പോൾ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയിട്ടാണ് നീൽ അവനെ രക്ഷിക്കുന്നത്. കാരണം ബോംബ് സ്ഫോടനം നടക്കുന്നത് സ്ഫോടനം അല്ലല്ലോ നടക്കുക, ആ ഒരു സമയത്ത് മുഴുവൻ എക്സ്പ്ലോഡിങ് അല്ലല്ലോ ഉണ്ടാവുക, ഇംപ്ലോഡിങ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുക, ഇംപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അകത്തേക്ക് താഴ്ന്ന് പൊട്ടിത്തെറിക്കുക. അതായത് തീ പിടിപ്പിച്ചുകൊണ്ട് ആ കാറിന് മൊത്തം തീ പിടിപ്പിച്ചുകൊണ്ട് അതിനെ നോർമലാക്കി എടുക്കുകയാണ് നീല് നമ്മുടെ ഹീറോനെ അവിടെ നിന്ന് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു കണ്ടെയ്നറിൽ നമ്മുടെ നീല് ഓക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അവർ തിരിച്ച് ഏതാണ്ട് ഇപ്പോഴും ഒരു റിവേഴ്സ് ലോകത്താണല്ലോ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നോർമൽ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നോർമലി നമുക്ക് എത്തണമെങ്കിൽ അവിടെ ഫ്രീ പോർട്ടിൻ്റെ അകത്ത് ഈ ഒരു ഇൻവേർഷനായിട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ട് ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവർക്ക് ബുള്ളറ്റൊക്കെ പുറത്തേക്ക് വന്ന് തുന്നി കെട്ടി ഏതാണ്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവളെയും എടുത്തുകൊണ്ട്, ഇവള് ബോധം കെട്ട് കിടക്കുകയാണ്, പക്ഷേ നമുക്ക് ഇവളെ എടുത്തുകൊണ്ട് നമുക്ക് ഈ എയർപോർട്ടിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ഫ്രീ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, അതൊരു ടൈം മെഷീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നോർമൽ ടൈമിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അങ്ങനെ ഇവർ പുറത്തേക്ക് ആ സ്ട്രെച്ചറിലൊക്കെ അവളെ കൊണ്ടുപോകുന്ന സമയത്ത് മുഖമൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സീക്വൻസിൽ ഒരു ഫൈറ്റ് നടന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഇവർ തന്നെയായിരുന്നു, നീലും ഹീറോയിൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഫ്രീ പോർട്ടിലേക്ക് കയറിക്കൊണ്ട് ആ സമയത്ത് കാണിക്കുന്നത് ആ പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തേക്ക് സ്ട്രെച്ചറുമായിട്ട് നീലും ഹീറോയും നമ്മുടെ കേറ്റിനെ കൊണ്ട് പോകുന്ന സമയത്താണ് നോർമലി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആദ്യം കണ്ടിരുന്ന നീലും നമ്മുടെ ഹീറോയും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ സമയത്തെ ഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖംമൂടി ഇട്ട ഒരു ബ്ലൂ സോണിൽ നിൽക്കുന്ന നീലും നമ്മുടെ ഹീറോയും നോർമലിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആദ്യം കണ്ടിരുന്ന നോർമലി ഉള്ള ഒരു കോട്ട് സൂട്ടും ഒക്കെ ഇട്ടിട്ട് മുഖംമൂടി ഇടാത്ത നീലും ഹീറോയും റിവേഴ്സ് മോഡലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ നീല് നമ്മുടെ ഹീറോയുടെ മുഖം കാണുന്നത്. അപ്പോൾ അവർ വണ്ടിയിൽ വെച്ചിട്ട് അവർ ചോദിക്കും, നീ എൻ്റെ മുഖം കണ്ടിരുന്നല്ലോ, നീ എന്താ എന്നോട് അത് കാര്യം പറയാഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഹീറോ നമ്മുടെ നീലിനോട് ചൂടാവും. നീ ഒരു പ്രിയയുടെ ആളല്ലേ, അതായത് പ്രിയ ഒരു വില്ലത്തിയാണ് കേട്ടോ, അപ്പോൾ പ്രിയയുടെ ആളല്ലേ, നീ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കച്ചറയൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ടാവും. പക്ഷെ അപ്പോൾ നീല് പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കറക്റ്റായിട്ട് നടക്കില്ല, അതുകൊണ്ടാണ് ഇനിയും നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അതൊക്കെ ടൈം ആകുമ്പോൾ നീ അതേ ഒരു മാനറിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈം ലൈന് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് നീലെന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഈ ഒരു സീക്വൻസിലൂടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവർ ഫ്രീ പോർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ
നോർമൽ ടൈമിലേക്ക് നമ്മുടെ ഹീറോയും നീലും തിരിച്ചെത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ നേരെ തിരിച്ചെത്തി. പിന്നീട് ഈ പ്ലൂട്ടോണിയത്തിനെ പറ്റിയിട്ട് പറയുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഉള്ള പ്രിയനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ പ്രിയേൻ്റെ അടുത്ത് പോകും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ അൽഗോരിതത്തിനെ കുറിച്ചിട്ട് നമ്മുടെ നായകനോട് പറയുകയാണ്. അപ്പോൾ ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു ബോംബാണ്. അപ്പോൾ ഈ ബോംബ് എന്ന് പറഞ്ഞാൽ സാധാരണ ന്യൂക്ലിയർ ബോംബല്ല. അപ്പോൾ ഇതിൽ 9 പീസുകളായിട്ടാണ് ഈ ഒരു ബോംബുള്ളത്. അപ്പോൾ ഇത് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മാത്രമല്ല, ഈ ലോകം മൊത്തമായിട്ടും ഇൻവേർഷൻ ഭയങ്കരമായിട്ട് റിവേഴ്സ് മോഡൽ തിരിഞ്ഞ് പോകാൻ തുടങ്ങും. അപ്പോൾ അത് അങ്ങനെ പോവുകയാണെങ്കിൽ അത് ലോകം ഒന്നായിട്ട് നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സേറ്റർ ശ്രമിക്കുന്നത്. അത് ഈ ഫ്യൂച്ചറിലുള്ള ആളുകളാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഫ്യൂച്ചറിലുള്ള ആളുകൾ ഈ ഒരു ബോംബ് ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റിലേക്ക് വന്നിട്ട് പാസ്റ്റിൽ പല സ്ഥലത്തായിട്ട് 9 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ബോംബിൻ്റെ പീസുകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 9 പീസും നമ്മുടെ സേറ്ററിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതവൻ എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം. അപ്പോൾ അത് നമ്മൾ തടയണം എന്നൊക്കെ നമ്മുടെ ഹീറോനോട് പറയാം. അതായത് ഈ ഫ്യൂച്ചറിലുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണ്. അവർ വിചാരിക്കുന്നത് അതൊരു ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ആണ്. ഞാൻ പറഞ്ഞത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. അതായത് ഫ്യൂച്ചറിലുള്ള ആളുകൾ വിചാരിക്കുന്നത് അവരെ ലോകം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റിനെ തകർത്ത് കളയാം. പാസ്റ്റിനെ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലുള്ള ആളുകൾ പാസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായിട്ടാണ് ഈ സേറ്ററിനെ കാണുന്നത്. അപ്പം അയാൾക്ക് ഈ പൈസയ്ക്ക് പകരം ഈ ഗോൾഡ് കട്ടകൾ കൊടുത്തിട്ടാണ്, അയാൾക്ക് കൂലിയായിട്ട് ഗോൾഡ് കട്ടകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സേറ്റർ എന്ന് പറയുന്നത് പണ്ടൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ഇതിൻ്റെ ഈ 9 പീസുകളുടെ ഒരു പീസ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ടാവും, എന്തൊക്കെയാണ് ഇനി അടുത്തായി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അന്ന് മുതലേ അദ്ദേഹം ഈ 9 പീസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പോലെ തന്നെ ഒരു ഉത്തരം കിട്ടാത്തൊരു സംഭവമാണ്. കാരണം ഈ ഒരു പാസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഫ്യൂച്ചർ നിന്ന് ഈ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് പാസ്റ്റിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു സംഭവം തടുക്കാനും ഈ ഒരു സംഭവം ഉണ്ടാക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇതിലൊരു ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് ഈ ഒരു സംഭവത്തിന് മാത്രം, ഈ ഒരു സൈക്കിളിനെ മാത്രം വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയും നീലും ഈ കേറ്റിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഈ സേറ്ററിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു ബോംബൊക്കെ കളക്ട് ചെയ്യണം, നമുക്ക് ഇത് നിർവീര്യമാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കേറ്റ് പറയാണ് അദ്ദേഹം ഒരു രോഗിയാണ്, അദ്ദേഹത്തിന് ഒരു ക്യാൻസർ ഉണ്ട്, അദ്ദേഹം മരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഇവർ വിയറ്റ്നാമിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ട് കേറ്റ് ഉണ്ട് കേട്ടോ. 2 കേറ്റ് ഈ ഒരു ദിവസം തന്നെ ഉണ്ട്. അവർ അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു ഭയങ്കര സെൽഫിഷും കൂടിയാണ്. അപ്പം ഞാനും മരിച്ചു പോകുന്ന സമയത്ത് അയാൾക്കൊരു കുറ്റബോധം തോന്നുകയാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താൻ മരിക്കാനായി എന്നറിഞ്ഞ സമയത്ത് ഈ വില്ലൻ താൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, ഞാൻ മരിക്കുന്നതിൻ്റെ ഒപ്പം ഈ ലോകം മുഴുവനും അങ്ങോട്ട് നശിച്ചു പോട്ടെ എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ തൻ്റെ മകനായിട്ടുള്ള മാക്സ് മില്ലീനും പിന്നെ മാക്സ് എന്നാണ് ആ സിനിമയിൽ വിളിക്കുന്നത്, തൻ്റെ ഭാര്യയും ഒത്ത് നല്ലൊരു സായാഹ്നത്തിൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് താൻ ഒരു ഹാപ്പി ആയിട്ട് തനിക്ക് മരിക്കണം, ഒരു സയനൈഡ് കഴിച്ച് മരിക്കണം എന്നാണ് നമ്മളെ സേറ്റർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മരിക്കുന്ന ദിവസം ഈ സേറ്ററിൻ്റെ ഹാർട്ട് ബീറ്റുമായിട്ട് ഈ ഒരു ബോംബ് കണക്റ്റഡ് ആക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഈ ഒരു സമയത്ത് കുറേ ആളുകൾ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു ബോംബ് ഈ ഒരു ടൈമറുമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഹാർട്ട് റേറ്റ് എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ ഈ ബോംബ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എങ്ങനെയെങ്കിലും അവൻ മരിക്കാതിരിക്കാൻ നോക്കുക, അവൻ മരിക്കരുത്, അതുകൊണ്ട് നീ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള കേറ്റിനെ നമ്മുടെ ബോട്ടിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ഈ സേറ്ററിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയിലാവും, എങ്ങനെയെങ്കിലും ഞാൻ പറയുന്ന സിഗ്നൽ വരെ, ഞാൻ പറയുന്ന ഒരു ടൈം വരെ ഇവൻ മരിക്കരുത് എന്ന് നോക്കി നിൽക്കണം എന്ന് പറയും. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും നീലും ഈ ഒരു യുദ്ധം, ഒരു ഭയങ്കര ആർമിയൊക്കെ ആയിട്ട് നമ്മുടെ ഐറിസിനൊരു സ്ക്വാഡുണ്ട്. അപ്പോൾ ആ സ്ക്വാഡിനെ ഒക്കെ എല്ലാവരും കൂടെ ആയിട്ട് ഒരു 2 ടീമായിട്ട് തിരിച്ചു, ഒരു ബ്ലൂ ടീമും ഒരു റെഡ് ടീമും ആയിട്ട് നിന്നു. റെഡ് ടീമിൽ നമ്മുടെ ഹീറോ ഉണ്ട്, ബ്ലൂ ടീമിൽ നമ്മുടെ നീലുണ്ട്. റെഡ് ടീം ഫോർവേഡ് ആയിട്ടാണ് മൂവ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, നീലിൻ്റെ ടീം റിവേഴ്സ് ഓർഡറിലാണ് മൂവ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, അതായത് ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ തീവ്രവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഒരു 5 മിനിറ്റ് ടൈമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ 10 മിനിറ്റാണ്. അപ്പോൾ ഈ 5 മിനിറ്റ് ടൈമിൽ ഫോർവേഡ് ചെയ്യുന്നവർ ഫോർവേഡ് മൂവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാർ സീന് കണ്ടതുപോലെ തന്നെ ഫോർവേഡ് മൂവ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് അതേ ഒരു ടൈമിൽ അവർ
ഈ 5 മിനിറ്റ് ഫോർവേഡ് ചെയ്തവർ റിവേഴ്സ്ലി 5 മിനിറ്റ് ബാക്ക്വേർഡും ചെയ്യും. അതേ സമയത്ത് റിവേഴ്സ് 5 മിനിറ്റ് ചെയ്തവർ അതേ ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ബാക്ക്വേർഡായിട്ട് ഫോർവേഡായിട്ടും ചെയ്യും. ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ പദ്ധതി. അപ്പോൾ ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഘടനയാണ്. ഭയങ്കരമായിട്ട് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും ഭയങ്കരമായിട്ടൊരു വിഷ്വൽസുമാണ് ഈ ഒരു സിനിമയിൽ. ആ ഒരു ടൈമിൽ മാത്രമുള്ള അത് എങ്ങനെ എടുത്തുമെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും, നമ്മുടെ തല പെരുത്തു പോകും അത് കാണുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയും ഐറിസും കൂടെ ഈ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് പോയിട്ട്, നീല് പുറത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐറിസും നമ്മുടെ ഹീറോയും കൂടെ ഈ രഹസ്യ സങ്കേതത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് ഒരു ഗേറ്റ് കാണുകയാണ്. അപ്പോൾ ഗേറ്റ് അവർക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ഒരാൾ അപ്പുറത്തും താഴെ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന ഒരാൾ എങ്ങനെ അവിടെ വന്നു എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ അയാളുടെ ബാഗിൻ്റെ മേലെ ഒരു റെഡ് ടാഗും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇതിന് പല സമയത്ത് തന്നെ രക്ഷിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഈ ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നത്. ഒരു കൊള്ളക്കാരൻ അവിടുന്ന് ബോംബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തും ഒരു ടൈം ഇൻവേർഷൻ മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ആളുകൾ വന്നിട്ട് ഇവിടെ ഭയങ്കര അറ്റാക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഓപ്പോസിറ്റ് ആയിട്ടാണ്, റിവേഴ്സ് മോഡലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നായകനും ഐറിസിനും ഈ ഒരു ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ ബോട്ടിലിരിക്കുന്ന സേറ്ററിന് ഈ ഒരു അറിയിപ്പ് കിട്ടുകയാണ്, ഇവരിവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ബോട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ നെയ്റ്റ് അല്ലായിരുന്നു അവളുടെ പേര്. ഈ നെയ്റ്റ് പല കാര്യങ്ങളും ഇമോഷണലി ഇവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ചെയ്യണം, അവൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുകയാണ്. അപ്പോൾ അവൾ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് മകൻ മാക്സും ഒറിജിനൽ ആയിട്ടുള്ള നെയ്റ്റും ഒരു ബോട്ടിൽ റൗണ്ട് അടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ വേണം ഇവക്ക് ഇവിടെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഈ സിഗ്നൽ കിട്ടുന്നതിന് മുമ്പേ ഇവനെ കൊല്ലാതിരിക്കാൻ നോക്കുന്നത്. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കൊല്ലാം. അപ്പോൾ അവൾ മാക്സിമം കടിച്ച് പിടിച്ചിട്ട് ഈ ഒരു ടൈം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ നമ്മുടെ സേറ്റർ പറയുകയാണ്, അവിടെ ഇരിക്കുന്ന ഒരു ഗുണ്ടേനോട് വിളിച്ച് പറയുകയാണ് ഇവരെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കെന്ന് പറയുകയാണ്. അപ്പോൾ അവനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് തോക്ക് ചൂണ്ടി അവനെ കൊന്നു കളയാൻ പോകുമ്പോഴത്തേക്ക് ഈ മരിച്ച് കിടക്കുന്ന ആൾ ഇങ്ങനെ ജീവിച്ച്, അതായത് അവിടെ മുഴുവൻ റിവേഴ്സ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ട് റിവേഴ്സ് മോഡൽ വന്നിട്ട് ഇയാളുടെ നെഞ്ചിൽ തറച്ച ബുള്ളറ്റ് നേരെ തിരിച്ച് ഈ തോക്കിലേക്ക് കയറി വരികയും ഇയാൾ ജീവനോടെ എണീറ്റ് വരികയും ഈ ബോംബ് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐറിസും നമ്മുടെ ഹീറോയും വേണ്ടി തയ്യാറാവും. അപ്പോൾ ഇവിടുന്ന് രക്ഷിച്ച ആളുണ്ടല്ലോ, ഈ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആൾ അപ്പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ബോംബ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ നമ്മുടെ ബോട്ടിൽ വെച്ചിട്ട് കേറ്റും സേറ്ററും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിഗ്നലിനെ കാത്തു നിൽക്കാണ്ട് കേറ്റ് സേറ്ററിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ സിഗ്നൽ ആ സമയത്ത് നമ്മുടെ ആ ടൈമറിൽ ആ മെഷീൻ ഘടിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഹാർട്ട് നിന്ന് പോയാലും ആ ബോംബ് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ അവിടുത്തെ ആൾ ചോദിക്കും സിഗ്നൽ കിട്ടാണ്ട് നീ എന്തിനാണ് അയാളെ കൊന്നു കളഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ തൻ്റെ മിഷൻ ഫെയിൽഡായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ മരിക്കണം അതുകൊണ്ടാണ് ഞാൻ അയാളെ ഇപ്പം തന്നെ കൊന്നു കളഞ്ഞത്, അയാൾ വിജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും അത് ചാവരുത്, ഭയങ്കര തഗ് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ കേറ്റ് നമ്മുടെ സേറ്ററിനെ കൊല്ലുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് സക്സസ്ഫുള്ളി ആ ഒരു ബോംബ് എടുക്കുകയാണ്. ആ ടൈമറിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ന്യൂക്ലിയർ ബോംബ് എടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നീല് പുറത്ത് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നീല് പുറത്തുനിന്ന് അതുവരെ പിന്നോട്ട് റിവേഴ്സായിട്ട് പോയിക്കൊണ്ടിരുന്ന നീല് പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് ആ ഒരു സമയത്ത് 2 നീല് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു നീല് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ഹീറോനെയും ഐറിസിനെയും ആ ഒരു കുഴി പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ബോംബുമായിട്ട് പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഐറിസ് എന്ത് ചെയ്യും, ഈ 9 പാർട്ടായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ അൽഗോരിതം, ഈ 3 ഭാഗവും 3 പേർക്ക് കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലേക്കൊക്കെ പോയി രക്ഷപ്പെട്ടോളാൻ പറയും. നമ്മുടെ ഹീറോനോടും പറയും, നീലിനോടും പറയും. അപ്പോൾ കാരണം അത് ആരുടെ കയ്യിലും അകപ്പെടരുത്, ഇനിയും ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇങ്ങനെ ഒരു സംഭവം, അതായത് ലോകത്തിനെ മൊത്തമായിട്ടും ഇല്ലാതാക്കി പോകുന്ന ആ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അവരത് ഡിസ്പോസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. നീല് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഐറിസിൻ്റെ കൂടെ നടന്നു പോകുന്ന സമയത്താണ് നീലിൻ്റെ ബാഗിൻ്റെ മേലെ ആ ഒരു റെഡ് ടാഗ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും നീയാണല്ലേ എന്നെ പല സമയത്ത് വന്ന് രക്ഷിച്ചിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നീല് പറയും ഞാൻ തന്നെയാണ്. കാരണം ഇതേ ഒരു സമയത്ത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീല് വീണ്ടും ഒരു ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു മെഷീനിലേക്ക് ഇൻവേഴ്സ്ലി പോയിക്കൊണ്ട് പല സമയത്ത് നമുക്കൊക്കെ മനസ്സിലാവും, പല സമയത്ത് ഹീറോ പല അപകടഘട്ടങ്ങളിൽ പെട്ട സമയത്ത് നമ്മുടെ നീലാണ് പോയിട്ട് രക്ഷിക്കുന്നത്. ആദ്യം ആ ഒരു ഒപ്പേര ഹൗസിൽ വെച്ചിട്ടും പിന്നീട് ആ കാറ് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ് പോകുമ്പോൾ ആ ഒരു സമയത്തും അപ്പോഴൊക്കെ നീല് ഇൻവേഴ്സ്ലി പോയിക്കൊണ്ട് മറ്റൊരു നീലാണ് അവിടേക്ക് പോയിക്കൊണ്ട് നമ്മുടെ നായകനെ രക്ഷിക്കുന്നത്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടും നമ്മുടെ നീല് തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്
ഇതിനൊക്കെ വേണ്ടിയിട്ട് തനിക്ക് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ തന്നെ ആരാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നീല് പറയുകയാണ് താൻ തന്നെയാണ്, അതായത് നമ്മുടെ ഹീറോ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ റിക്രൂട്ട് ചെയ്തതെന്ന് പറയും. കാരണം നമ്മുടെ നീലെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് കുറേ കാര്യങ്ങൾ ഒരു 10-20 വർഷം മുമ്പേ നിന്ന് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു ഓപ്പറേഷനിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അതായത് മുംബൈയിലേക്കാണല്ലോ ഇദ്ദേഹത്തിനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. എനിക്കൊരു ആളെ സഹായത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് ഹീറോ വിളിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നീലിന് നമ്മുടെ ഹീറോനെ പരിചയം ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക്സ് ആണ് ആ ഒരു സമയത്ത് നീല് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തനിക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നീല് പറയുന്നുണ്ട്, നമുക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് നമ്മൾ തമ്മിലും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ക്ലൈമാക്സ് തന്നെ നീല് പറയുന്നു, നമ്മളുടെ മിഷൻ, നമ്മൾ ഒരുമിച്ചിട്ടുള്ളൊരു മിഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി തനിക്കൊന്നും അറിയില്ല, തനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. നീലെന്ന വ്യക്തിയെ എവിടെയാണ്, അതായത് നമ്മൾ തമ്മിൽ ഇനി പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഭാവിയിലേക്ക്. ഈ ഒരു സമയത്ത് നോർമലി ഉള്ളൊരു സമയമാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജീവിക്കുന്ന ഹീറോ പിന്നീടാണ് ഇനിയുള്ള വരും കാലങ്ങളിലാണ് നമ്മുടെ നീലിനെ പരിചയപ്പെടാൻ പോകുന്നത്. അന്താളിച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു ഗുണ്ട് കൂടെ നമ്മുടെ നീല് പൊട്ടിക്കുകയാണ്. ഈ ഓപ്പറേഷൻസ് മൊത്തം നിൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു എന്ന് പറയും. അപ്പോൾ ഹീറോ അവിടെ ഒന്നും അറിയില്ല, ഹീറോയ്ക്ക് ഒരു കുന്തം അറിയില്ല. പക്ഷേ ഹീറോ ഇനി വരും കാലങ്ങളിൽ ഫ്യൂച്ചറിലാണ് ഈ നടക്കാൻ പോകുന്ന എല്ലാ ഓപ്പറേഷൻസുകളും പ്ലാൻ ചെയ്യുന്നതും നീലിനെ ഏതൊക്കെ സമയത്തേക്ക് വിടണം എന്നതൊക്കെ പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ വിയറ്റ്നാമിൽ ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു കേറ്റും മാക്സും ഉണ്ടല്ലോ, ചെറിയ കുട്ടിയായിട്ടുള്ളൊരു മാക്സും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു വിയറ്റ്നാമിൽ നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയയും കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, ഒരു കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ അവിടെ എത്തിയിട്ട് പ്രിയയും കൊന്നുകളയുകയാണ്. മറ്റൊരു ട്വിസ്റ്റോട് കൂടെ തന്നെയാണ് ആ ഒരു സീന് നിർത്തുന്നത്. കാരണം നമ്മുടെ കാറിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ചെറിയൊരു പയ്യനുണ്ട്, കേറ്റിൻ്റെ മകനായിട്ടുള്ള ഒരു പയ്യനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നീൽ തന്നെയാണ് മാക്സ് തന്നെയാണ് നീൽ. ഈ മാക്സിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് മാക്സ് മില്ലീൻ എന്നാണ്. അപ്പോൾ ഏറ്റവും അവസാനം തന്നെ LEIN തിരിച്ചിട്ടിട്ടാണ് നീൽ എന്നുള്ള, അതൊരു ടെനറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം തിരിഞ്ഞിട്ടാണല്ലോ, അതുകൊണ്ട് ഈ LEIN ലാസ്റ്റ് വരുന്ന LEIN തിരിച്ചിട്ടാണ് നീൽ എന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ആ ഒരു കുട്ടിയുടെ തലമുടി നമ്മുടെ നീലുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണ്. പലതവണ കേറ്റ് പല ബോധരഹിതയായിട്ടും ബുള്ളറ്റ് കുടുങ്ങിയിട്ടൊക്കെ മരിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മുടെ നീലാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി, തൻ്റെ സ്വന്തം അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. പല തവണ അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. തൻ്റെ ജീവൻ കളഞ്ഞിട്ടും ആ ഗേറ്റൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ടൈം ട്രാവൽ ചെയ്തിട്ട് കഷ്ടപ്പെടുന്ന ഒരു നീൽ തന്നെയാണ് ഈ സിനിമയിലെ ഒരു ഹീറോ എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് തംബ്നെയിലൊക്കെ നീലിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നീൽ എന്ന കഥാപാത്രത്തിനെ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിലും കൂടെ പറയാം. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു തിയറി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ മുതുമുത്തച്ഛനെ കൊന്നു കളഞ്ഞാൽ നമ്മളുണ്ടാവില്ല, പക്ഷെ നമ്മളില്ലെങ്കിൽ നമ്മളെ മുതുമുത്തച്ഛനെ കൊന്നു കളയാൻ ആരും പോകത്തുമില്ല. പിന്നെ ടൈം ഇൻവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ലോകത്തേക്ക് പോകുന്ന സമയത്ത് ലോകം മുഴുവനുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആളുകൾ മൊത്തമായിട്ട് റിവേഴ്സായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നില്ല, ആളുകളൊക്കെ ഏതാണ്ട് നോർമലി നടക്കുന്ന പോലെ നടക്കുകയാണ് ഈ ഒരു വേൾഡിൽ, ടൈം ഇൻവേർഷൻ വേൾഡിൽ. കാരണം ചുറ്റുഭാഗത്തുള്ള ഒരു കാറ്റ് വീശുന്നത് പോലും ഓപ്പോസിറ്റാണ് വീശുന്നത്. ഓക്സിജൻ ശ്വസിക്കാനായിട്ട് പറ്റില്ല, കാരണം ലങ്സ് പ്രവർത്തിക്കുന്നത് തന്നെ മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് ഈ ഒരു വേൾഡിൽ നടക്കുന്നത്. അതിനാണ് അവർ ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുന്നത്. പിന്നെ ഒരു വേർഡാണ് തെർമൽ പിൻസർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി. അതായത് എന്താണോ ഫോർവേഡ് ടൈമിലേക്ക് സഞ്ചരിച്ചിട്ട് ആ ഒരു സമയത്ത് എന്താണോ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ടൈമിലേക്ക് സഞ്ചരിച്ചിട്ട് അവിടെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് തെർമൽ പിൻസർ മൊമെൻറ്റ് എന്ന തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആയിട്ടും ഒരു ലൂപ്പ് പോലെ വരുന്നതുമായിട്ടുള്ളത് നമ്മുടെ കേറ്റിൻ്റെ ടൈം ലൈനാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സെയ്റ്ററും കേറ്റും തമ്മിൽ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ താമസിക്കുന്നതാണ്. കൂടെ മകൻ മാക്സും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ബോട്ടിൽ നിന്നിട്ട് ഒരു പെണ്ണ് താഴേക്ക് ചാടി പോകുന്നത് നമ്മുടെ കേറ്റ് കാണുന്നു. അപ്പോൾ ഒരു അവിഹിത ബന്ധം സെയ്റ്ററുമായിട്ട് ഒരു പെണ്ണുമായിട്ടുണ്ടെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാവും, ഭയങ്കര കുടുംബ വഴക്കിലൊക്കെ ആവും.
ഈ ഒരു വിയറ്റ്നാമിൻ്റെ ഒരു അവധിക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോണിനെ കാണുന്നത്, ജോണുമായിട്ട് പരിചയപ്പെടുന്നതും ഡ്രോയിങ് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ സമയത്ത് രഹസ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജോൺ കണ്ടുപിടിക്കുന്നതും ഒക്കെ ആണ്. ആ കാർ ഫൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കേറ്റിന് വെടിയേൽക്കുന്നത് ഇൻവേർഷനായിട്ടുള്ള വരുന്ന ബുള്ളറ്റ് ഏറ്റിട്ട് കേറ്റിന് വെടിയേൽക്കുന്നത്. അപ്പോൾ ഈ കേറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ റെഡ് സോണിൽ നിന്ന് ബ്ലൂ സോണിലേക്ക് പോവുകയാണ്. അതായത് ടൈം കുറച്ച് പിന്നോട്ട് പോവുകയാണ്, ജസ്റ്റ് ബാക്ക്വേർഡായിട്ട് പോവുകയാണ്, കുറച്ച് ദിവസം ബാക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ കേറ്റിനെ രക്ഷപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് അവർ വീണ്ടും നോർമൽ ടൈമിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഫ്രീ പോർട്ടിൽ നിന്നുള്ള ഒരു ടൈം മെഷീനിൽ കയറിയിട്ട് അവർ വീണ്ടും ഒരു നോർമൽ ടൈമിലേക്ക് അവർ എല്ലാവരും കൂടെ നമ്മുടെ കേറ്റ് സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു ടൈമുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സേറ്ററിൻ്റെ പ്ലാന് വിയറ്റ്നാമിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നൊക്കെ നമ്മുടെ കേറ്റ് നമ്മുടെ ജോണിനോട് പറയുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ സേറ്ററിൻ്റെ പ്ലാന് മുഴുവൻ നമ്മുടെ നീലും നമ്മുടെ ഹീറോയും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ടൈം ഇൻവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കേറ്റിനെ ഈ ഒരു വിയറ്റ്നാമിലെ ആ ഒരു ടൈമിലേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഒരു സിഗ്നൽ കിട്ടുന്നവരെ സേറ്ററിനെ കൊല്ലരുത് എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ കുറച്ചും കൂടി പിന്നോട്ടാണ് പോകുന്നത്. അതേ ദിവസം തന്നെയാണെന്നാണ് പറയുന്നത്, പക്ഷേ ജസ്റ്റ് ഒരു ചെറിയൊരു മൊമെൻറ്റ് പിന്നോട്ടായിട്ടാണ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ കൃത്യ ടൈമൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ സേറ്ററിനെ കേറ്റ് കൊലപ്പെടുത്തുകയും അവിടുന്ന് കൊലപ്പെടുത്തിയ കേറ്റ് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നതും കാണിക്കും. വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്ന ഡൈവ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരിക്കുള്ള മാക്സും നമ്മുടെ കേറ്റും ആ ഒരു ബോട്ടിൽ ഇറങ്ങി വരുന്നത്, ഒരു പെണ്ണ് ചാടുന്നത് കാണുന്നതും. അതായത് ഒരു ടൈം ലൂപ്പ് പോലെ ആ ഒരു സംഭവം സംഭവിക്കുകയും ഈ ഒരു മാക്സുമായിട്ട് ജീവിച്ചിരിക്കുന്ന ബോട്ടിൽ വന്നിട്ടുള്ള മാക്സും പിന്നെ നമ്മുടെ കേറ്റും പിന്നീട് വിയറ്റ്നാമിൽ ജീവിച്ചു വരികയാണ്. ആ ഒരു 2 പേരെയാണ് നമ്മുടെ ഹീറോ ക്ലൈമാക്സിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടെനറ്റ് എന്ന സിനിമയിലെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആൻഡ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര നോളനെ പോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിനിമ മനസ്സിലാവൂ എന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സിനിമ 2 തവണ കണ്ടാലോ ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടാലോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കഥയായിട്ട് എനിക്ക് ഈ ഒരു സിനിമ തോന്നി. ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിക്കിപീഡിയ ഒക്കെ തപ്പിയിരുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ടെനറ്റ് എന്ന സിനിമ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ ചെയ്തത്. ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട് അറിയാം. അപ്പോൾ എൻജോയ് ചെയ്യുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം. ഇതിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. നോളേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സംവിധായകൻ്റെ മാസ്മരിക സിനിമയായിട്ടൊന്നും എനിക്ക് ഈ സിനിമ തോന്നിയിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്, നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു ടൈം ഇൻവേർഷൻ റിപ്പീറ്റ്, അതായത് റിവേഴ്സിൽ പോകുന്ന ഒരു സംഭവമൊക്കെ ഒരു സീരീസിലോ ഒരു സിനിമയിലോ നമ്മൾ കണ്ടിട്ടില്ല. ഡാർക്ക് സീരീസിലാണെങ്കിൽ പോലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതൊക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു ചിന്താഗതിയോടുകൂടെ ഒട്ടും ആരും ചിന്തിച്ച് നോക്കാത്ത ഒരു സംഭവത്തിലൂടെയാണ് നോളൻ ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു സിനിമ അതിൻ്റെ അതേ ഒരു വിഷ്വൽ ഭംഗിയോടുകൂടെ തന്നെ നിലനിൽക്കും എന്നതിന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ അത്രയും ഒറിജിനലാണ്. കൂടുതൽ ഗ്രാഫിക്സുകളൊന്നും ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമകളിലും കൂടുതൽ ഗ്രാഫിക്സുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഫുള്ള് ഒറിജിനലി ആയിരിക്കും. അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും ഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴും മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സൗണ്ട് എഫക്റ്റുകളും. ബുള്ളറ്റ് പിന്നോട്ട് പോകുന്ന ബുള്ളറ്റിൻ്റെ സൗണ്ടാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അതായത് നമ്മൾ ബുള്ളറ്റ് ടേ എന്ന് പറഞ്ഞ വെച്ച് അങ്ങോട്ടാണല്ലോ പോകുന്നത്, പക്ഷെ അത് ജസ്റ്റ് അവിടെ തറച്ച് കഴിഞ്ഞിട്ട് ഈ അകത്തേക്ക് കയറി വരുന്ന സൗണ്ടാണ് കൂടുതലായിട്ട് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുവരെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു കാറ്റ് പറക്കുന്നതാണെങ്കിലും, കാറ്റ് പോകുന്നത് നമുക്ക് ഹെഡ്സെറ്റൊക്കെ കുത്തി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കാറ്റ് പോകുന്നതും കിളി പറക്കുന്നതും ഒക്കെയുള്ള സൗണ്ട് മുഴുവനും എല്ലാം റിവേഴ്സ് ഓർഡറിലാണ് സിനിമയിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഓസ്കാറൊക്കെ കിട്ടാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം.